ഇവിടെ പ്രശ്നമെന്നുള്ളത് ഈ പാട്ടല്ല. ഇവിടെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയ്ക്ക് ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്താൻ ഈ പാട്ട് മാധ്യമമായി എന്നുള്ളതാണ്. ഈ സ്വർണം എന്ന് പറയുന്നത് ഈ പറയുന്ന 30 കിലോ 35 കിലോ വിഷയമല്ല. ഈ സംഭവം അയ്യപ്പന്റെ മുമ്പിൽ സ്വർണത്തിന് മോഹവിലയാണ്. അവിശ്വാസികളായിട്ടുള്ള വനിതകളെ ശബരിമലയിൽ ആസൂത്രിതമായി കയറ്റിയ ആൾക്കാരാണ്. അപ്പോൾ ജനങ്ങൾ അവർക്ക് തിരസ്കരിച്ചു എന്നുള്ളതാണ്. ഇവിടെ നയങ്ങളും ശൈലിയും സ്വഭാവവും എല്ലാം ജനങ്ങൾ തിരസ്കരിച്ചു. നമസ്കാരം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഗാനം ഒരു തിരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊരു ലോക ഒരു വേൾഡ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഒരു ഗാനം ഇങ്ങനെ സ്വാധീനിക്കുന്നതും. തുടർന്ന് ആ ഗാനം ഇത്രയും വിഷയമായി തുടർന്ന് ആ ഗാനത്തിൻ്റെ കേസ് വന്നു, നിരോധിക്കാൻ തീരുമാനമായി, യൂട്യൂബിൽ നിന്നൊക്കെ നീക്കാൻ തീരുമാനമായി. ആ സമയത്ത് നമ്മൾ ചേരുന്നത് സുധീറാണ്. സുധീർ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അതേ നമ്മുടെ ഇപ്പോൾ ഉണ്ട്. സുധീറെ, എന്താണ് ഇപ്പോൾ ഇങ്ങനൊരു വിഷയം വരുന്നുണ്ട്? ഒരു പാട്ടിനെ വരെ അവർക്ക് പേടിയാണ്. ഇതിൽ CPM-ൻ്റെയും ഇടതു സർക്കാരിൻ്റെയും വലിയ ഇരട്ടത്തപ്പാണ് ഈ വിഷയത്തിൽ വെളിവാക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു പാട്ട് തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം അത് സ്വാധീനിക്കപ്പെട്ടു എന്ന് പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഇത് CPM-ൻ്റെയും ഇടതു സർക്കാരിൻ്റെ അസഹിഷ്ണുതയാണ് ഈ പാട്ടിനോട്, ഈ കലാസൃഷ്ടിയോട് കാണിക്കുന്നത്. കാരണം ഇവിടെ പ്രശ്നമെന്നുള്ളത് ഈ പാട്ടല്ല. ഇവിടെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയ്ക്ക് ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്താൻ ഈ പാട്ട് മാധ്യമമായി എന്നുള്ളതാണ്. അത് CPM-ന് സഹിക്കാനാവുന്നതിനപ്പുറമാണ്. ഇതൊക്കെ ഒരു കലാസൃഷ്ടി എന്നുള്ളതിൽ, ഒരു പാരഡി പാട്ട് എന്നുള്ളതിൽ അങ്ങനെ വിട്ടുകളയണം. എത്രയോ പാരഡി ഗാനങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. വീട് രാജപ്പൻ്റെ കാലം തൊട്ട് എത്രയോ ഗാനങ്ങൾ. അപ്പം പണ്ട് CPM തന്നെ ഇതുപോലത്തെ ഭക്തിഗാനങ്ങളെ ആക്ഷേപിച്ചവരിറക്കിയിട്ടുണ്ട്. പണ്ട് CPM-ന് നിന്ന് പറയാനുള്ള യോഗ്യതയില്ല. കാരണം അവർ ശബരിമലയിലെ മുഴുവൻ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് വനിതകളെ, അതായത് അവിശ്വാസികളായിട്ടുള്ള വനിതകളെ ശബരിമലയിൽ ആസൂത്രിതമായി കയറ്റിയ ആൾക്കാരാണ്. ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാൻ വേണ്ടി പരസ്യമായി ശ്രമിച്ച ആളുകളാണ്. അവർക്കൊന്നും ഇത് പറയാനുള്ള യാതൊരു യോഗ്യതയുമില്ല. ജനങ്ങൾ വിലയിരുത്തും. ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇതുവരെയും ഈ തിരിച്ചടിയെപ്പറ്റി, ഇത്രയും ശക്തമായ തിരിച്ചടി, അവരുടെ അടിത്തറ ഇളക്കിക്കൊണ്ടുള്ള തിരിച്ചടി കിട്ടിയിട്ടും അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു കാര്യം ചോദിക്കാനുണ്ട്. കാരണം ജോയി MLA, അദ്ദേഹം അറിയാലോ, അദ്ദേഹം വർക്കലായിരുന്നു. അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറിയായിട്ട് അവിടത്തേക്ക് മാറ്റി. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വർക്കലയും പോയി, ഈ പറയുന്ന ജില്ലയും പോയി, തിരുവനന്തപുരം പോയി. അത് ആരുടെ പരാജയമാണ്? അത് ജില്ലാ സെക്രട്ടറി പറയുകയാണോ? ജോയിയുടെ സ്വന്തം പഞ്ചായത്ത്, അടൂർ പഞ്ചായത്ത് BJP പിടിച്ചിട്ടുണ്ട്. സ്വന്തം വാർഡ് BJP പിടിച്ചു. സ്വന്തം ബ്ലോക്ക് പഞ്ചായത്ത് BJP പിടിച്ചു, ബ്ലോക്ക് ഡിവിഷൻ. അപ്പോൾ ഈ ജോയി എന്ന് പറയുന്ന നേതാവിൻ്റെ മുഴുവൻ പഞ്ചായത്തും BJP ഭരണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ അവർക്ക് തിരസ്കരിച്ചു എന്നുള്ളതാണ്. ഇവിടെ നയങ്ങളും ശൈലിയും സ്വഭാവവും എല്ലാം ജനങ്ങൾ തിരസ്കരിച്ചു എന്നുള്ളതാണ്. എത്രയുള്ളൂ. ഈ പഠന കേസിനെ ഞാൻ പറയാം. ഒരു പക്ഷേ 1978 പയ്യപ്പോ മന്ത്രി എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് വന്നായിരുന്നു. ആ സമയത്തൊന്നും ആർക്കും എല്ലാവരും, അത് മാത്രമല്ല ലെഫ്റ്റ് റൈറ്റ് സിനിമ വന്നപ്പോഴത്തേക്ക് പിണറായി വിജയൻ സാർ അങ്ങനെയൊക്കെ ഒരു വിഷയം. അത് മാത്രം ചില കാര്യങ്ങളിലൊക്കെ അസഹിഷ്ണുത പാടില്ല, പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഇപ്പം ഒരു പാട്ടിനെ നിരോധിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നത്. ഇത് പറഞ്ഞല്ലോ. കാരണം നിരവധി സമയത്ത് മുൻകാലത്ത് ഈ ഭക്തിഗാനങ്ങളും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പാരഡി പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഈ വിഷയം ആരും ഉയർത്തിയിട്ടില്ല. CPM തന്നെ അത്തരം പാട്ടുകൾ നിർമ്മിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് അവരുടെ എന്താണ്, ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞില്ലേ, എന്ത് വേണോ പറഞ്ഞു, പക്ഷേ സ്വർണ്ണം കെട്ടെന്ന് പറയരുതെന്ന് ജനങ്ങൾ പറയും. കാരണം അവരാണ് പ്രതിസ്ഥാനത്ത്. സ്വർണ്ണം കെട്ടതവരാണ്. സ്വർണ്ണക്കെട്ട കേസിൽ ജയിലിൽ കിടക്കുന്നത് അവരാണ്. എല്ലാവരും നേതാക്കന്മാർ. ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഈ പറയുന്ന 30 കിലോ അല്ലെങ്കിൽ 40 കിലോ സ്വർണ്ണത്തിൻ്റെ കേസല്ല. ഇതിനകത്തൊരു മോഹവിലയുണ്ട്, അറിയാലോ. കാരണം ഈ സ്വർണം അയ്യപ്പൻ്റെ മുമ്പിൽ സ്ഥാപിച്ച സ്വർണം, ഈ പറയുന്ന ഇരുതലമൂരി, വെള്ളിമൂങ്ങ, ഇതിനൊക്കെ മോഹവിലയാണ്. അതേപോലെയാണ് അയ്യപ്പൻ്റെ സ്വർണം. കാരണം ഇത് ഒരു അയ്യപ്പൻ്റെ മുമ്പിൽ സാധനം, അത് സ്വർണത്തിന് വില ആയിരിക്കില്ല. അതിൻ്റെ മോഹവില ഒരുപാട് മടങ്ങാണ്. ഇത് ആർക്ക് കൈമാറി, അല്ലെങ്കിൽ തിരിച്ചു സ്വർണ്ണം ഏതാണ്? പഴയ സ്വർണ്ണമാണോ? അങ്ങനെ വല്ലതും അന്വേഷിക്കാറുണ്ട്? അതേ സംബന്ധിച്ചൊക്കെ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ വേണം. അത് നേരത്തെ ആവശ്യപ്പെട്ടു. ഏതായാലും സുധീർ സാറാണ് നമ്മുടെ സംസാരിച്ചത്. സുധീർ നമ്മുടെ ആറ്റിങ്ങൽ ഇലക്ഷനിൽ മത്സരിച്ച ആളാണ്, സംസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെയാണ്. അദ്ദേഹം സംസാരിച്ചത് ഈ പറയും പോലെ ഈ സ്വർണം, പാട്ട്, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സ്വർണം എന്ന് പറയുന്നത് ഈ പറയുന്ന 30 കിലോ 35 കിലോ വിഷയമല്ല. ഈ സംഭവം അയ്യപ്പൻ്റെ മുമ്പിൽ സ്വർണത്തിന് മോഹവിലയാണ്. നമ്മൾ ഇരുതലമൂരി, അതുപോലെ തന്നെ പിന്നെ വെള്ളിമൂങ്ങ തുടങ്ങിയ അവർക്ക് കിട്ടുന്നത് പോലെ ഈ പറയുന്ന സ്വർണ്ണമൊക്കെ കരസ്ഥമാക്കാൻ വേണ്ടി ഒരുപാട് കോടീശ്വരന്മാർ അവർക്ക് 500 കോടിയൊന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മോഹവിലയ്ക്കാണ് ഈ സ്വർണം പോയിട്ടുള്ളത്. അതാണ് ഇവിടെ കേസിന് ആസ്പദമാക്കേണ്ട കാര്യം എന്നാണ് എല്ലാവരും പറയുന്നത്. വിശ്വാസ വേണ്ടി ക്യാമറ അനീഷ് മംഗലാപുരത്തിൽ ശ്രീത് മാരാ സൈനിങ് ഓഫ്.